ജീവിതത്തിൻ്റെ തിരക്കിലും ഉത്തരവാദിത്തങ്ങളിലും നമ്മൾ പലപ്പോഴും ഒരു നിമിഷം നിൽക്കാനും സ്വയം നോക്കാനും മറക്കുന്നു. പക്ഷേ ജീവിതത്തിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാൻ ചിലപ്പോൾ നമുക്ക് ഒരു നിമിഷം നിൽക്കേണ്ടതുണ്ട്. ജീവിതം ഒരു വലിയ യാത്രയാണ്. ഈ യാത്രയിൽ നമ്മൾ പല അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു. ആളുകളെ കാണുന്നു, ബന്ധങ്ങൾ നിർമ്മിക്കുന്നു, വെല്ലുവിളികളെ നേരിടുന്നു, സന്തോഷവും സമാധാനവും തേടുന്നു. ഈ യാത്രയിൽ നമ്മൾ കൂടുതലായി ശ്രദ്ധിക്കുന്നത് പുറത്തുള്ള ലോകത്തെയാണ്. പുറത്തുള്ള ലോകം എന്നത് നമ്മൾ കാണുന്ന ഈ ലോകമാണ്. അത് നമ്മുടെ ജോലി, ബന്ധങ്ങൾ, നേട്ടങ്ങൾ, സമ്പത്ത്, സമൂഹം, പ്രശസ്തി എന്നിവയൊക്കെയാണ്. ഈ ലോകം നമ്മെ മുന്നോട്ടോടാൻ പഠിപ്പിക്കുന്നു. കൂടുതൽ നേടണം, കൂടുതൽ ഉയരത്തിലെത്തണം, മറ്റുള്ളവരെക്കാൾ മുന്നിൽ നിൽക്കണം എന്ന ആഗ്രഹങ്ങൾ നമ്മളിൽ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് പലപ്പോഴും മനുഷ്യൻ തൻ്റെ മുഴുവൻ ശ്രദ്ധയും പുറത്തുള്ള ലോകത്തിലേക്ക് തിരിക്കുന്നു. പക്ഷേ ഒരു സത്യം നമുക്ക് മനസ്സിലാക്കണം. പുറത്ത് എത്ര നേട്ടങ്ങൾ നേടിയാലും ഉള്ളിൽ സമാധാനമില്ലെങ്കിൽ ജീവിതം പൂർത്തിയായതായി തോന്നില്ല. അതുകൊണ്ടാണ് ഉള്ളിലെ ലോകം വളരെ പ്രധാനപ്പെട്ടതാവുന്നത്. ഉള്ളിലെ ലോകം എന്നത് നമ്മുടെ ചിന്തകളും വികാരങ്ങളും വിശ്വാസങ്ങളും ഭയങ്ങളും പ്രതീക്ഷകളും ആത്മബോധവും അടങ്ങിയ ഒരു ആഴമുള്ള ലോകമാണ്. പലപ്പോഴും നമ്മൾ പുറത്തുള്ള ലോകത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഉള്ളിലെ ലോകത്തെ ശ്രദ്ധിക്കാറില്ല. പക്ഷേ മനുഷ്യൻ്റെ യഥാർത്ഥ ശക്തി അവൻ്റെ ഉള്ളിൽ തന്നെയാണ്. മനഃശാസ്ത്രപരമായി നോക്കുമ്പോൾ ഒരു വ്യക്തിയുടെ സന്തോഷവും സമാധാനവും കൂടുതലായി അവൻ്റെ ഉള്ളിലെ അവസ്ഥയിൽ നിന്നാണ് വരുന്നത്. ഒരു വ്യക്തി തൻ്റെ ചിന്തകളെയും വികാരങ്ങളെയും മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ അവനിൽ ആത്മബോധം വളരാൻ തുടങ്ങുന്നു. ഈ ആത്മബോധം മനുഷ്യനെ കൂടുതൽ പക്വതയുള്ളവനാക്കുന്നു. ഉള്ളിലെ ലോകം മനസ്സിലാക്കുന്ന ഒരാൾക്ക് തൻ്റെ ശക്തികളെയും ദൗർബല്യങ്ങളെയും തിരിച്ചറിയാൻ കഴിയുന്നു. പ്രശ്നങ്ങളെ ശാന്തമായി നേരിടാൻ കഴിയും. ജീവിതത്തിലെ തീരുമാനങ്ങൾ കൂടുതൽ ബോധത്തോടെ എടുക്കാൻ കഴിയും. ഇത് മനുഷ്യൻ്റെ ജീവിതത്തെ കൂടുതൽ സമതുലിതവും അർത്ഥവത്തുള്ളതുമാക്കുന്നു. ആത്മീയമായി നോക്കുമ്പോൾ ഉള്ളിലെ ലോകം നമ്മെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നയിക്കുന്ന ഒരു വഴി പോലെയാണ്. പുറത്തുള്ള ലോകം നമ്മെ തിരക്കിലാക്കുന്നു. എന്നാൽ ഉള്ളിലെ ലോകം നമ്മെ ശാന്തിയിലേക്ക് നയിക്കുന്നു. പുറത്ത് നമ്മൾ പല കാര്യങ്ങളും അന്വേഷിക്കുന്നു. പക്ഷേ ഉള്ളിൽ നമ്മൾ യഥാർത്ഥ നമ്മുടെ സെൽഫിനെ കണ്ടെത്തുന്നു. ആത്മീയ ബോധം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു വലിയ സത്യമാണ്. യഥാർത്ഥ സന്തോഷവും സമാധാനവും പുറത്തുള്ള നേട്ടങ്ങളിൽ നിന്നല്ല, ഉള്ളിലെ ശാന്തിയിൽ നിന്നാണ്. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ പുറത്തുള്ള ലോകത്തെയും ഉള്ളിലെ ലോകത്തെയും ഒരുപോലെ മനസ്സിലാക്കണം. പുറത്തുള്ള ലോകത്തിൽ പ്രവർത്തിക്കുകയും നേട്ടങ്ങൾ നേടുകയും ചെയ്യുന്നത് ആവശ്യമാണ്. പക്ഷേ അതോടൊപ്പം ഉള്ളിൽ ശാന്തിയും ബാലൻസും ആത്മബോധവും വളർത്തിയെടുക്കണം. ഇരു ലോകങ്ങളും തമ്മിൽ ഒരു സമതുലിതാവസ്ഥ ഉണ്ടാക്കുമ്പോഴാണ് ജീവിതം കൂടുതൽ സമ്പൂർണ്ണമാകുന്നത്. അവസാനമായി നമുക്ക് ഇത്രമാത്രം ഓർക്കാം: നമ്മുടെ യഥാർത്ഥ ലക്ഷ്യസ്ഥാനം പുറത്തുള്ള ലോകത്തിലെ ഒരു സ്ഥാനമല്ല. അത് നമ്മുടെ ഉള്ളിലുള്ള ശാന്തി, ആത്മബോധം, ദൈവ സാന്നിധ്യം എന്നിവ അനുഭവിക്കുന്ന അവസ്ഥയാണ്. പുറത്തുള്ള ലോകം നമ്മെ യാത്ര ചെയ്യാൻ പഠിപ്പിക്കുന്നു. പക്ഷേ ഉള്ളിലെ ലോകം നമ്മെ ലക്ഷ്യസ്ഥാനം കണ്ടെത്താൻ പഠിപ്പിക്കുന്നു. പുറത്തുള്ള ലോകത്തെ അന്വേഷിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ
ഉള്ളിലേക്കുള്ള യാത്രയും തുടങ്ങാം. കാരണം അവസാനം നമ്മൾ കണ്ടെത്തുന്ന വലിയ സത്യം ഇതാണ്: നമ്മൾ തേടുന്ന ശാന്തിയും സന്തോഷവും പുറത്തുള്ള ലോകത്തല്ല, മറിച്ച് അത് നമ്മുടെ ഉള്ളിലാണ്. ഞാൻ അഡ്വക്കേറ്റ് ജ്യോതി. ഈ ചെറിയ ചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ. നന്ദി. ശുഭദിനം.